സെയിം ഫുഡ് കഴിക്കാണ്ടിങ്ങനെ ചെറുകുടലില്ലാത്തതുകൊണ്ട് ഫുഡ് കഴിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ പറ്റുന്നത് സഹായിക്കണം. ഒന്നുമില്ല സമീറ, ജയിലിലെങ്കിൽ ആർക്കും മക്കൾക്കും വരാറുണ്ടായിരുന്നു. എൻ്റെ ഭാര്യക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ആരും ഉണ്ടാവില്ല. എല്ലാവരും സഹായിക്കും. അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മൈത്ര ആശുപത്രിയിൽ തലശ്ശേരി ചിരക്കര സ്വദേശി സമീറ എന്ന് പറയുന്ന പ്രിയ സഹോദരിയുടെ വളരെ സങ്കടാർഹമായ ഒരവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ആദ്യമായി പടച്ചവനെ മുൻനിർത്തി ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്ന ഓരോ നന്മ നിറഞ്ഞ ലോകമെമ്പാടുമുള്ള സുമനസ്സുകളും അവരവരാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നൽകി ഈ വീഡിയോ പടച്ചവനെ ഓർത്ത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് പരമാവധി സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണേ. വളരെയധികം ഗുരുതരാവസ്ഥയിലാണ് ഈ ഒരു സഹോദരിയുടെ അവസ്ഥ. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പേ കൈകാലുകളുടെ നരമ്പുകൾക്ക് ബ്ലോക്ക് സംഭവിച്ചതിന്റെ പേരിൽ കുടലിലേക്കുള്ള ഒരു ഞരമ്പ് മേജർ ബ്ലോക്ക് ആവുകയും ചെറുകുടൽ ഉടനടി തന്നെ എടുത്തു മാറ്റലല്ലാതെ വേറൊരു രക്ഷയുമില്ല എന്ന് മൈത്ര ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞതിൽ പിന്നെ അടിയന്തര ശസ്ത്രക്രിയ നടത്തി ചെറുകുടൽ എടുത്തു മാറ്റേണ്ട ഒരവസ്ഥയുണ്ടായി. എത്രയും പെട്ടെന്ന് തന്നെ ഈ ജീവൻ നിലനിർത്തണമെങ്കിൽ അടിയന്തരമായി ചെറുകുടൽ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഏകദേശം 85 ലക്ഷം രൂപയോളമായ ഒരു സർജറിക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പൊന്നുമോള് പറഞ്ഞ ഒരു വാക്ക് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമായി. എൻ്റെ ഉമ്മ 2 മാസമായി ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ ഉമ്മാന്റെ ഈ കിടപ്പ് കാണാൻ കഴിയുന്നില്ല. എൻ്റെ ഉമ്മാനെ എല്ലാവരും സഹായിക്കണേ. എൻ്റെ ഉമ്മ ഇല്ലാതായാൽ ഞങ്ങൾക്ക് ആരുമില്ല. എൻ്റെ ഉമ്മാനെ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ എന്നും പറഞ്ഞ് ഈ 2 മക്കള് ഇപ്പോ ഈ ഉമ്മയുടെ മുന്നിൽ നിന്ന് കരഞ്ഞ് നിലവിളിച്ച് പൊതുസമൂഹമായ നന്മ നിറഞ്ഞ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിൽ വന്ന് പറയുമ്പോൾ ഈ ഒരു സങ്കട കാഴ്ച, ഈ ഒരു സങ്കട സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുതേ. നിങ്ങൾ അകമഴിഞ്ഞ് സഹായിച്ചാൽ മാത്രമേ ഈ പ്രിയ സഹോദരിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, ചെറുകുടൽ മാറ്റിവെക്കാൻ കടാവർ സംവിധാനത്തിലേക്ക് അപേക്ഷകളൊക്കെ നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥ കാണാനും നോൽക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. ഈ സഹോദരി പറയുന്നത്, എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, എനിക്കും എൻ്റെ ഭർത്താവിൻ്റെയും മക്കളെയും കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് മക്കള് പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ അനാഥരാക്കല്ലേ, ഞങ്ങളെ ഉമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണേ എന്ന് വളരെ സങ്കടത്തോടു കൂടി പൊതുസമൂഹമായ നന്മ നിറഞ്ഞ നിങ്ങൾ ഓരോരുത്തരോടും സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഈ ഒരു സഹായ അഭ്യർത്ഥന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുതേ. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു നൽകി ഈ പിഞ്ചു മക്കൾക്ക് ആ ഉമ്മയെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണേ. നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ ഈ സഹോദരിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളെല്ലാവരും സഹായിക്കും, നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഒരു നാട് മുഴുവൻ നിങ്ങളോട് ഈ ഒരു സഹായ അഭ്യർത്ഥന നടത്താൻ പുറത്ത് കാത്തിരിക്കുന്നത്. ഉടനടി സർജറി നടന്നില്ലെങ്കിൽ ഈ ജീവൻ നിലച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഡോക്ടർമാർ അറിയിച്ചപ്പോൾ ഈ കുടുംബത്തിന്റെ കൂട്ടക്കരച്ചില് കാണാനും നോക്കാനും പറ്റാത്ത അവസ്ഥയാണ്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഈ ജീവൻ നിലച്ചു പോയാൽ ഈ പൊന്നു മക്കൾ അനാഥരായി പോകും. ഈ ഒരു സാഹചര്യത്തിൽ ഈ കുടുംബത്തെ സഹായിച്ചില്ലെങ്കിൽ നാളെ നമ്മൾ പടച്ചവന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങള് പ്രിയപ്പെട്ടവരെ സഹായിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി പടച്ചവനെ മുൻനിർത്തി നിങ്ങളോടൊക്കെ വളരെ സങ്കടത്തോടു കൂടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ അഡ്വക്കേറ്റ് കെ ലത്തീഫ്, തലശ്ശേരി CHS സെൻറ്റർ സെക്രട്ടറിയാണ്. നമ്മുടെ തലശ്ശേരി ചിറക്കരയിലെ സമീറ എന്ന് പറയുന്ന സഹോദരിയുടെ വളരെ ഗുരുതരമായ ഒരു രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഈ പരിസരവാസികളൊക്കെ ഒത്തുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ സമീറ നമ്മൾ കണ്ടു. പ്രോട്ടീൻ പൗഡർ കൊടുത്തുകൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ചെറുകുടലിന് അടിയന്തരമായി ചെറുകുടൽ മാറ്റിവെക്കുന്ന ഒരു ഓപ്പറേഷന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 85 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ
ഈ ഓപ്പറേഷൻ നടത്തുവാൻ സാധിക്കൂ. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആ സമീറയെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് അവർക്ക് സഹായമായിട്ടുള്ളത്. പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് സമീറയുടെ ആ ഓപ്പറേഷൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണം ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പ്രദേശത്തുള്ള സമീറയുടെ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ വൈസ് ചെയർപേഴ്സണാണ്. സമീറയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കഴിയുന്നത്. നമ്മുടെ ഈ സഹോദരിയെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഞാൻ റാഷിദ, നഗരസഭ കൗൺസിലറാണ്, തലശ്ശേരി. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സമീറ എന്ന സഹോദരി താമസിക്കുന്നത്. വളരെ ഞെട്ടലോടെ മാത്രമാണ് നമുക്ക്, വേദനയോടുകൂടി മാത്രമാണ് നമുക്ക് ഈ ഒരു വാർത്ത കേൾക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്രയും വലിയൊരു ഭാരിച്ച തുക 55 ലക്ഷം രൂപയോളം ആവശ്യമായി വരുന്ന ഈ ചികിത്സക്ക് നമ്മുടെയൊക്കെ അകമഴിഞ്ഞ ഒരു സഹായവും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു കുടുംബത്തെ ഒരു പ്രതീക്ഷയിലേക്കും ജീവനിലേക്കും കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. KP അൻസാരി, തലശ്ശേരി നഗരസഭ കൗൺസിലറാണ്. സമീറ ചികിത്സാ സഹായ സമിതി കൺവീനറാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സമീറയ്ക്ക് വേണ്ടി നമ്മുടെ തലശ്ശേരി നാട് ഒന്നടങ്കം ഒന്നിക്കുകയാണ്. സമീറയുടെ ചെറുകുടൽ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി ഏകദേശം 85 ലക്ഷം രൂപയോളം ആവശ്യം വരികയാണ്. ഈ വീഡിയോ കാണുന്നവർ നമ്മൾ ഓരോരുത്തരും ഈ സമീറയെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് കടന്നു വരുന്നതും ഇത്രയും വലിയൊരു ചികിത്സ, ഭാരിച്ച ചികിത്സ നടത്തേണ്ടതിലേക്ക് എല്ലാവരുടെയും ദയാകാരുണ്യങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് അതിനെല്ലാവരും സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ നൗഷാദ് പൊന്നകം. തലശ്ശേരി ചിരക്കരയിലുള്ള സമീറ എന്ന സഹോദരിയെ എല്ലാവരും ആത്മാർത്ഥമായി സഹായിച്ചാൽ മാത്രമേ ജീവൻ നിലനിർത്താൻ പറ്റുകയുള്ളൂ. എല്ലാവരും മനസ്സറിഞ്ഞ് ആ സ്ത്രീക്ക് ജീവിതം തിരിച്ചു കിട്ടാനുള്ള ചുറ്റുപാടുണ്ടാക്കി കൊടുക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കും. ചികിത്സാ ഫണ്ടിലേക്ക് ആവും വിധം എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ സഹായ ചികിത്സാ കമ്മിറ്റിയിൽ നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കും. കഴിഞ്ഞ ഒരു മാസക്കാലമായി കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് സമീറ. വളരെ മോശമായ രീതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സമീറയെ പൊതുജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. 85 ലക്ഷം രൂപ ചെലവാണ് പറഞ്ഞത്. വളരെ ഭാരിച്ച ചെലവ് വരുന്ന ഒരു ചികിത്സയിലാണ് ഇപ്പോൾ സമീറയും കുടുംബവും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആ കുടുംബത്തെ രക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.